ഒന്നുമില്ല. സൗന്ദര്യം എന്നതല്ല അവിടെ മാനദണ്ഡം. അത് കഴിഞ്ഞ് പിന്നെ നൃത്തത്തിന്റെ സങ്കേതങ്ങളുടെ സൗന്ദര്യമാണ് പിന്നെ പറയുന്നത്. ഇത് അടവുകളുടെ പൂർണ്ണത, അഭിനയം, ചുവട്, താളം തുടങ്ങിയ കാര്യങ്ങൾ ആ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് അത്തരം സങ്കേതങ്ങൾക്കുള്ള മാർക്ക്. ഇതൊരു നർത്തകി അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നതിനാണ് ആകാര സൗഷ്ഠവം എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയാ, 100-ല് 90 മാർക്ക് മറ്റ് നൃത്ത സങ്കേതങ്ങൾക്ക് മാറ്റിവെക്കുന്നു. ഇവിടെ ഒരു 10 മാർക്ക് മാത്രമാണ് ഈ ആകാര സൗഷ്ഠവത്തിന് പോകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് 10-ല് ഒരു 8 മാർക്കും എല്ലാ കുട്ടികളും നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല എല്ലാവരിലും. അതെ, എല്ലാവരും നന്നായിട്ട് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഭംഗിയിലാണ് എല്ലാ കുട്ടികളും പുറത്തേക്ക് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ബാക്കി സങ്കേതങ്ങൾ കിടക്കല്ലേ. നന്നായി കറുത്ത കുട്ടിയാണെങ്കിൽ, നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ബാക്കിയുള്ള ഡിവിഷൻസിൽ മാർക്ക് കൂടുതൽ കൊടുക്കാമല്ലോ. ഇത് കറുത്ത കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഒരു കാര്യം ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാത്തിനും മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് ഇതേ ടീച്ചർ മലപ്പുറം ഉപജില്ലയിലെ എൻ്റെ ഒരു കുട്ടി കളിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി കളിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയാണ് എല്ലാ മുദ്രകളും ശരിയാക്കി പിടിച്ചിട്ടുള്ളൂ, മുദ്രകളുടെ ഭാവത്തോടു കൂടി. കോഡ് നമ്പർ പറഞ്ഞു, ഏത് നമ്പർ എന്ന് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ വിചാരിച്ചു എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഒരൊറ്റ പ്രൈസും ഇല്ല, ഫസ്റ്റില്ല, സെക്കൻഡില്ല, തേർഡും ഇല്ല. അപ്പൊ അത് ഈ കുട്ടി, ഞാൻ പോവാറില്ലേ കലോത്സവ വേദിയിൽ, അങ്ങനെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ചെന്ന്, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നൃത്ത അധ്യാപകരും കലാകാരന്മാരുമാണ്. അവർ ചെന്ന് ഈ കുട്ടിയെ കൊണ്ട് ചെന്ന് ഇവരുടെ മുമ്പിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു മെൻഷൻ പറഞ്ഞിരുന്നു, ഈ കുട്ടിയാണ്, ഈ കോഡ് നമ്പറാണ് ഏറ്റവും നന്നായി മുദ്രകൾ പിടിച്ചതെന്ന്. അതെയോ, നിങ്ങളുടെ മകളാണോ അത്? പക്ഷെ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ കുട്ടി എന്താ കാക്കയുടെ പോലെ ഇരിക്കണം ചോദിച്ചു. ഈ കാക്ക പ്രയോഗം അന്നും ചെയ്തു ആ കുട്ടിയുടെ. ശരിക്കും അന്നും ഇതേ ഇത് ഒരു 4-5 കൊല്ലായി. അപ്പൊ അന്ന് പിന്നെ പ്രതികരണം അത് നമുക്ക് എങ്ങനെ പ്രതികരിക്കും? ഇപ്പൊ ഈ കുട്ടി, അതായത് അവരൊക്കെ ഈ കല കേവലം കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇതിന്റെ പുറകെ നടക്കാനായിട്ട് ഇവർക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഒരു ഗുരു എന്നുള്ള സ്ഥാനത്ത് നിന്ന് രാമകൃഷ്ണൻ ചേട്ടൻ അപ്പൊ അതിനകത്തൊന്നും റിയാക്ട് ചെയ്തില്ല. നമ്മളിപ്പം ഈ കലോത്സവ വേദിയിൽ നമ്മൾ അങ്ങനെ ഏത് സമയം പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നക്കാരെന്നുള്ള രീതിയിലാണ് നമ്മളെ. പക്ഷെ ആ കുട്ടി ഫേസ് ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അവരോട് നമ്മൾ പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞ് സമ്മതിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പ്രതികരിക്കണം, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അവർ പ്രതികരിക്കണോ തീർച്ചയായിട്ടും. അപ്പൊ അവര് പറഞ്ഞു, സാറില്ലേ മാഷേ, അതങ്ങ് പോയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാതിരുന്നത്. കാരണം അവരും കൂടെ മുന്നോട്ട് വന്നാലേ നമുക്ക് അതിന് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏത് വഴി ഞാൻ പോയാൽ. പിന്നീട് ആ കുട്ടി വീണ്ടും വേറെ മത്സരവേദിയിൽ പിന്നെ വന്നിട്ടില്ല. പിന്നെ ആ കുട്ടിക്ക് അതോടുകൂടി മതിയാക്കി ആ കുട്ടി. ഇതേപോലെ തന്നെയാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം, അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കലോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇവർ പറയുന്നത് ഇവർ മോഹിനിയാട്ടത്തിന് സമ്മാനം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടായത്, ഈ കുട്ടിക്ക് എല്ലാ സെലക്ഷനും ഡിസോണിൽ നിന്ന് ഉണ്ടായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ ആ കുട്ടി പഠിച്ചത്. അപ്പോൾ ഈ കുട്ടി ഭരതനാട്യം മത്സരിച്ചു, അസാധ്യമായിട്ട് കളിച്ചു. എല്ലാവരും പറഞ്ഞു മോൾക്ക് തന്നെ പ്രൈസ് കിട്ടും. റിസൾട്ട് വന്നപ്പോൾ ഇല്ല. കുച്ചിപ്പുടി കഴിഞ്ഞു, ഇതേ തന്നെ അവസ്ഥ, പ്രൈസ് ഇല്ല. അപ്പോഴേക്കും അവിടുത്തെ ഓഡിയൻസ് മൊത്തം ഇളകി. അങ്ങനെ മോഹിനിയാട്ടം വന്നപ്പോൾ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നു. അതെ, അത് കഴിഞ്ഞ് കേരള നൃത്തം കളിച്ചു, അതിനും പ്രൈസ് കൊടുത്തു. യഥാർത്ഥത്തിൽ ആ കുട്ടിയാണ് നമ്മുടെ കലാതിലകം ആവേണ്ടിയിരുന്നത്. ഒരു അത്രയും വലിയ മത്സരമൊന്നും ഉണ്ടായില്ല. എന്നിട്ടാണ് അവർ ഈ പറയുന്നത്, ഈ എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. എങ്ങനെയാണ് ഫസ്റ്റ് കൊടുത്തത്? ബാക്കി ഇത്രയും ചതി ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ ലാസ്റ്റ് ഇവർ പറയുന്നു ഞാൻ അവരെ വിളിച്ചു. ഇവരാണ് എന്നെ പിറ്റേ ദിവസം എന്നെ വിളിക്കുന്നത് തിരിച്ച്. കാരണം 2016 മുതൽ ഇവർക്ക് ഞാനുമായിട്ടുള്ള ബന്ധമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പിന്നെ ടൂറിസം ഫെസ്റ്റിവലിൽ ഞാൻ അപേക്ഷിച്ചിരുന്നു. കേരള സർക്കാരിന്റെ തിരുവനന്തപുരത്തെ ഓണാഘോഷത്തോട് അതിന് കലാകാരന്മാരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തു. അങ്ങനെ ഇവരതിന് സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു ഇവര്. അങ്ങനെ ഇവര് എന്നെ ആദ്യമായിട്ട് ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഇവരെന്നെ വിളിക്കുകയാണ്. ഒരു വൈകുന്നേരം, നീയാണോ മോഹനൻ? നീ എന്ന് മുതലാ മോഹിനിയാട്ടം ആടി തുടങ്ങിയത്? നിനക്ക് എവിടെ നിന്നായി മോഹിനിയാട്ടം പഠിക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നമ്മളെ പ്രകോപനപരമായിട്ട് സംസാരിക്കുക നമ്മളോട്. അപ്പം നമ്മൾ വളരെ സൗമ്യതയിൽ പറഞ്ഞ, ടീച്ചറെ ഞാനിങ്ങനെ RLVയിൽ ഉണ്ട്, കലാമണ്ഡലത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്. RLVയിൽ പഠിക്കാം, കാലടി സംസ്കൃത സർവകലാശാലയിൽ പഠിക്കാം മോഹിനിയാട്ടം, അതിനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇവരെന്ത് ചെയ്ത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ പരിപാടി കഴിഞ്ഞു, ഞാൻ പോന്നു. പിന്നീടാണ് ഇവർ കലാമണ്ഡലത്തിൽ ഭരണസമിതി അംഗമായിട്ട് ഇവർ വരുന്നത്. അവിടെ വെച്ച്
ഇതിനെ തുടർന്നുള്ള പല 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 പ്രശ്നങ്ങളും ഇങ്ങനെ നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിൽ സംസാരിക്കുക. നിന്റെ മോഹിനിയാട്ടം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ PhD എടുക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ദേഷ്യമോ ഒരു ഒരു എനിമിറ്റി അപ്പൊ നിങ്ങളുടെ അത് എന്താണ് അതിന് കാരണം എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ അന്ന് സംസാരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോഴേ ഇവർക്ക് ഈ RLVയിൽ നിന്ന് ഒരാള് കലാമണ്ഡലത്തിൽ വന്ന് മോഹിനിയാട്ടത്തിൽ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞ് ഇവർക്ക് സഹിക്കുന്നില്ല. നിനക്ക് എങ്ങനെ സീറ്റ് കിട്ടിയതാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തത് രാമകൃഷ്ണൻ ചേട്ടനായിരുന്നു. അതെ. അപ്പൊ അതിനുശേഷം ഇപ്പൊ പിന്നീട് ആരെങ്കിലും ആ വഴിയിൽ ഉണ്ടോ? ഇല്ല, പിന്നെ PhD ചെയ്യുന്നവരുണ്ട്. മോഹിനിയാട്ടത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഇപ്പം MA കഴിഞ്ഞാലല്ലേ അതിൽ മോഹിനിയാട്ടത്തിൽ റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രാക്ടിക്കലി ചെയ്തിട്ട് വരുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പോഴും വേറെ ആരും ഇല്ല? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഈ ദുബായിൽ ഇവര് ഒരു ഇതിന് ജഡ്ജായിട്ട് പോയിട്ട് ഇവര് അവിടെ പോയിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാണ് പ്രൈസ് വരേണ്ടിയിരുന്നു പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഭാഷ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അപ്പം സാധാരണഗതിയിൽ ഇത്രയും നല്ലൊരു ടോക്ക്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് എത്തി. കാരണം ഞാൻ ഏത് ജഡ്ജ്മെന്റിന് പോയാലും ഇവർ വിളിച്ചു, രാമകൃഷ്ണൻ ഇത്തവണത്തെ യുവജനോത്സവത്തിന് ജഡ്ജിൻ്റെ ആണോ, അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും. ജഡ്ജ്മെന്റിന് വിളിക്കണേന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കും. രാമകൃഷ്ണൻ ജഡ്ജ്മെന്റിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, രാമകൃഷ്ണൻ ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്നെ വിളിക്കില്ല, അതായത് ഞാൻ അവിടെ പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കാറുണ്ട് എപ്പോഴും. ആ ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് ഞാൻ ഇവരെ ടീച്ചറെ പിന്നെ ഇങ്ങനെ എൻ്റെ കുട്ടി മത്സരിച്ചിരുന്നു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുദ്ര തെറ്റായിട്ട് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താ കാരണം എന്ന് വെച്ചാൽ വളരെ സൗമ്യമായിട്ട് ആ ഒരു സംഭാഷണമാണ് ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് കലാമണ്ഡലം പത്മനാഭ നായരെയും അതുപോലെ തന്നെ പത്മശ്രീ കിട്ടിയിട്ടുള്ള മോഹിനിയാട്ടത്തിൽ പത്മശ്രീ കിട്ടിയിട്ടുള്ള സത്യഭാമ ടീച്ചറൊക്കെ വളരെ മോശമായിട്ട് ഇതുപോലെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംഭാഷണം ഉണ്ടായി. ആ വോയിസ് എനിക്ക് പുറത്ത് വിടേണ്ടി വന്നു. അല്ലെങ്കിൽ എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഇന്നും PhD കിട്ടില്ല. കാരണം ഒരു ഭരണസമിതി അംഗമാണ്. അന്നത്തെ ആ വോയിസിൽ എന്തായിരുന്നു? ആ വോയിസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യുന്നതാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ എക്സാമ്പിൾ പറഞ്ഞ് ഈ പത്മശ്രീ കിട്ടിയ ഇവരെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. പത്മനാഭനാശൻ നല്ലൊരു കഥകളി ആർട്ടിസ്റ്റ് അല്ല, പിന്നെ ഇവർക്കൊന്നും അറിയില്ല മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞു. സത്യഭാമ ടീച്ചറിനെയും അവർ ഇതാക്കി, അവരുടെ ഗുരുവായിട്ടുള്ള സത്യഭാമ ടീച്ചർ, ഒറിജിനൽ സത്യഭാമ ടീച്ചർ എന്ന് പറയുന്ന അവരെ പത്മശ്രീ കിട്ടിയത് വരെ മോശം രീതിയിൽ അവര് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ ഒരുപക്ഷെ ശത്രുത. അവിടെ നിന്ന് അത് ഉണ്ടായി. നമ്മളത് പിന്നെ കേസുമായി പോയി. എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് കലാമണ്ഡലത്തിൽ പരാതി കൊടുക്കാൻ പോയി. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് നടത്തിയിട്ടുള്ള കൺവെർസേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാമണ്ഡലം അതിൽ ബന്ധപ്പെടാൻ ശരിയാവില്ല പറഞ്ഞിട്ട് അവരെൻ്റെ പരാതി എടുത്തില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് പുറത്ത് വെച്ച് നടക്കുകയാണെങ്കിലും ഭരണസമിതി അംഗം എന്ന രീതിയിൽ ഇവർ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു. അവരത് ചെയ്യാണ്ടായപ്പോൾ ഞാൻ SC/ST കമ്മീഷന് പരാതി കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് അന്വേഷണം വന്നിട്ട് ഈ അന്വേഷണത്തിന് ഇവരൊന്നും വന്നില്ല. ഇവര് SC/ST കമ്മീഷൻ വന്നെങ്കിലും ഇവരവിടേക്ക് വന്നില്ല, അവരെ മുമ്പിലേക്കൊന്നും വന്നില്ല. അങ്ങനെ ഈ പരാതി കൊടുത്ത് കമ്മീഷൻ ഇടപെട്ടിട്ടാണ് എൻ്റെ പരാതി സ്വീകരിക്കണമെന്ന് അന്നത്തെ രജിസ്ട്രാറോട് പറയുകയും രജിസ്ട്രാർ കലാമണ്ഡലത്തിൽ വന്ന് പറഞ്ഞ് എന്നോട് പരാതി തരാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഞാൻ പരാതി കൊടുക്കാൻ പോണതിൻ്റെ തലേ ദിവസം ഒരു കലാമണ്ഡലത്തിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് വന്ന സിറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, എന്ന് മണിച്ചാട്ടം മരിച്ചിരിക്കുന്ന സമയം, പിന്നെ എൻ്റെ റിസർച്ചിന്റെ അവസാന ഘട്ടത്തിലെ പണിപ്പുര, എനിക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സമയം, അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഭദ്രത ഒന്നുമില്ല, ഈ പഠനത്തിനായിട്ട് തന്നെ പൈസ ചെലവാക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, ഇപ്പം തൽക്കാലം ഈ സ്ഥാപനത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇനി പേടിക്കാനില്ല, അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ കേസ് വിളിച്ച് അവസാനിപ്പിക്കുകയാണ്, ഇവരിപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞൊരു വാക്ക്, ഈ കമ്മീഷൻ, അതായത് തൃശ്ശൂർ കളക്ട്രേറ്റിൽ വെച്ചിട്ടായിരുന്നു ഈ കമ്മീഷൻ്റെ സിറ്റിംഗ്. കമ്മീഷൻ പുറത്തിറങ്ങിയിട്ട് ഇവരെന്നെ പറഞ്ഞത്, എൻ്റെ ജാതി കൂട്ടിച്ചത് പട്ടിക്കും പറയനും ഉള്ളതാണ് ഈ കോടതി, അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും ഇവിടെ വില പോവില്ല എന്ന് പറഞ്ഞു എന്നെ പച്ചത്തേറി. എൻ്റെ കൂടെ വന്ന ടാക്സി ആ ഡ്രൈവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ നിന്ന് മുതൽ 1-ാം നിലയിൽ നിന്ന് മുതൽ താഴെ ഞാൻ കാറിൽ കയറുന്നത് വരെ ഈ ടീച്ചർ എന്നെ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് പിന്നെ കൂടെ വന്നു. കലാഭവൻ മണിയുടെ സഹോദരൻ അല്ലെങ്കിൽ അനിയൻ എന്നതിലുപരി ഒരു മികച്ച കലാകാരനാണ് RLV രാമകൃഷ്ണൻ. കലാഭവൻ മണി നാടൻ പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും നമ്മുടെ മനസ്സ് കവർന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്, മോഹിനിയാട്ടത്തിലൂടെ. ഒരു കലാകാരനാണ്, ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരു അധ്യാപകനാണ്. എന്നാൽ തനിക്ക് തൻ്റെ കരിയറിൽ, തൻ്റെ കലാരംഗത്ത് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്.